വെൽക്കം ഫ്രണ്ട്സ്, ഞാൻ സോബി. ട്രേഡിംഗ് സീക്രട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നാസ്ഡാക്കിലൊരു ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ 2 ട്രേഡ് എന്ന് ചെയ്തു. 2 ട്രേഡും ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാർക്കറ്റ് സ്ട്രക്ചർ സ്കീമാറ്റിക് എക്സ്പ്ലനേഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രേഡ് എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് നമ്മൾ ആ ഒരു സംഭവമാണ് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനകത്ത് നമ്മൾ ആക്ച്വലി ട്രേഡ് എടുക്കുമ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ കോൺഫ്ലുവൻസസ് നമുക്ക് ട്രേഡ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കാണണം, അല്ലേ? അപ്പോൾ ആ മൾട്ടിപ്പിൾ കോൺഫ്ലുവൻസസ് സ്ട്രക്ചറിനെ ബേസ് ചെയ്തും അല്ലാതെയും വോളിയത്തിനെ ബേസ് ചെയ്തും പുൾ ബാക്കിനെ ബേസ് ചെയ്തും അങ്ങനെ നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കൺസെപ്റ്റ് ഒരു 3-4 കൺസെപ്റ്റേ ഉള്ളൂ. ആക്ച്വലി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ട് ഡീകോഡിങ്ങിനകത്ത് കംപ്ലീറ്റ്ലി നമ്മൾ പ്രൈസ് ആക്ഷൻ്റെ കാര്യങ്ങൾ പറയുന്നു. പുൾ ബാക്കിൻ്റെ ആത്യന്തികമായിട്ട് മാർക്കറ്റിൻ്റെ ഘടന എന്താണെന്ന് പറയുന്നു. അതുപോലെ തന്നെ ബാക്കി കുറേ ട്രേഡ് സെറ്റപ്പ് ഇത് വെച്ചിട്ടുള്ള ഫെയർ വാല്യൂ ഗ്യാപ്സ് അങ്ങനത്തെ മിനിമം കൺസെപ്റ്റുകൾ, ക്യാൻഡിൽ സ്റ്റിക്സ് മാസ്റ്ററി, ആരും എക്സ്പ്ലെയിൻ ചെയ്യാത്ത കുറേ കാര്യങ്ങൾ ഇതിനകത്ത് കുറേ വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിയുമ്പം നമുക്ക് സ്ലോലി മാർക്കറ്റ് എന്താണ്, അല്ലെങ്കിൽ ക്യാൻഡിൽ സ്റ്റിക്സ് എന്താണ് ഫോം ചെയ്യുന്നത്, എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ ഘടന വരുന്നത്, ഈ കാര്യങ്ങളെല്ലാമാണ് നമ്മൾ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഓരോ വീഡിയോയും കണ്ട് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ ഇൻസൈറ്റ് കിട്ടാൻ തുടങ്ങും, ഓരോന്നിനെപ്പറ്റി നമുക്ക് കൂടുതൽ അറിവ് കിട്ടാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന ഈ 2 ട്രേഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ട്രേഡ് എടുക്കുമ്പോഴും ഒരു വെൽക്കം നോട്ട് പറയുന്നുണ്ട്, അത് സാരമില്ല. എഗെയിൻ വെൽക്കം ആൻഡ് വെൽക്കം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് അങ്ങനെ കൂട്ടിയാൽ മതി. അപ്പം ഇതതിൻ്റെ ഒരു ഇൻട്രഡക്ടറി. സോ ഇവിടെ നമ്മൾ എടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ അതിൻ്റെ ലോജിക് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ കണ്ടിന്യൂസ് റെക്കോർഡിങ് വിത്തൗട്ട് ഇൻട്രപ്ഷൻ, സൗണ്ട് ഇല്ലാതെ കണ്ടിന്യൂസ് പോകുന്നത്. അപ്പോൾ ഞാൻ അതിന് ബാക്കി ഞാൻ ഇട്ടാക്കാം, സൗണ്ട് ഇല്ല എന്നുള്ള രീതിയിൽ വെച്ചേക്കാം. അപ്പോൾ നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ടാർഗറ്റ് ഓൾറെഡി നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഹിറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ട്രേഡ് എക്സിറ്റ് ആയതിനു ശേഷം വീണ്ടും വൺ സൈഡിലേക്ക് പോയി ഇവിടെ നമ്മളൊരു ക്ലിയർ എൻട്രി എടുത്തു. വീണ്ടും ചെറിയൊരു ടാർഗറ്റ്, ആ ഒരു ടാർഗറ്റ് നമുക്ക് കിട്ടുകയും ചെയ്തു. സോ എന്തായിരുന്നു ഇവിടുത്തെ എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി, പ്രൈസ് മാനിപ്പുലേഷൻ, അതിനുശേഷം ഡിസ്ട്രിബ്യൂഷൻ, ആ ഒരു കൺസെപ്റ്റിനകത്താണ് ഈ ഒരു സംഭവം നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ മാർക്കറ്റ് വൺ സൈഡ് താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ അതിൽ ഞാൻ ലോജിക് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. അതിന് പുറമെ 1 അവറിൻ്റെ സ്ട്രക്ചറിൽ നമ്മൾ നോക്കുമ്പോൾ എന്താണ് ഇവിടെ കാണുന്നത്, ഇവിടെയാണ് ഇപ്പോൾ ഈ ഡോട്ടഡ് ലൈനാണ് നമുക്കിപ്പോൾ കാണുന്നത്, അല്ലേ? അപ്പോൾ ഈ ലൈൻ കളയാം. അപ്പോൾ ഇവിടെ ഇതിന് മുന്നിൽ മാർക്കറ്റ് എവിടെയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇതുണ്ടോ, ഇവിടെയായിരുന്നു മാർക്കറ്റ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ 1 അവറിൻ്റെ സ്ട്രക്ചറിൽ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഏതാണ്, 24 ജൂണിലാണ് ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് ആ ഒരു മാർക്കറ്റ് സ്വീപ്പ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ എൻട്രി എടുത്തുകൊണ്ടിരുന്നത്. അപ്പം ഇവിടെ ഏകദേശം ഫസ്റ്റ് എൻട്രി എടുത്തിരിക്കുന്ന ലൈൻ എന്ന് പറയുന്നത് ഇതായിരുന്നു. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് നമ്മളിവിടെ എൻട്രി എടുത്തത്. സെക്കൻഡ് എൻട്രി എടുത്തിരിക്കുന്നത് ക്ലിയർ നമ്മളുടെ വോളിയത്തിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് അവിടെ എൻട്രി വന്നിരിക്കുന്നത്. അപ്പോൾ സ്ട്രക്ചറൽ ഫോർമേഷൻ പ്ലസ് ഈ ഒരു സ്ട്രക്ചറൽ പാറ്റേണിക് ഫോർമേഷൻ ഒരു പ്രത്യേകതയുണ്ട്. പ്രൈസ് ഈസ് കമ്മിങ് ഡൗൺ, ഇറ്റ് ഇസ് ഗോയിങ് അപ്പ്, മിറ്റിഗേറ്റിംഗ്, പ്രൈസ് ഈസ് കമ്മിങ് ഡൗൺ, എഗെയിൻ ഗോയിങ് അപ്പ് ആൻഡ് മിറ്റിഗേറ്റിംഗ്, പ്രൈസ് ഈസ് കമ്മിങ് ഡൗൺ, എഗെയിൻ ഗോയിങ് അപ്പ് ആൻഡ് മിറ്റിഗേറ്റിംഗ്. ആൻഡ് ഇവിടെ എന്താണ് ആ സമയത്ത് സംഭവിച്ചിരിക്കുന്നത്, ഇവിടെ വോളിയം ഇൻക്രീസ് നടക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ വോളിയം ബ്രേക്ക് ഔട്ട് നടക്കുന്ന ക്യാൻഡിൽ ഞാൻ അതിനകത്ത് വോളിയത്തിൻ്റെ ആ സമയത്തെ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ കണ്ടിന്യൂസ് വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്കും മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇവിടെയാണ് ഒരു എൻട്രി എടുത്തിരിക്കുന്നത്. സോ ബാക്ക് ടു 1 അവർ. ഇവിടെ എന്ത് ചെയ്യണം, നമ്മൾ തിരിച്ചിവിടെ വന്ന് നോക്കുകയാണ്. ഈ 1 അവറിൽ എന്താണ് സംഭവിച്ചത്. നമ്മുടെ എൻട്രി ലൈൻ ഇതായിരുന്നു. ഇതായിരുന്നു നമ്മുടെ എൻട്രി ലൈൻ. സോ ഈ ഒരു സ്ട്രക്ചറൽ സെറ്റപ്പിൽ 1 അവറിൻ്റെ സ്ട്രക്ചറൽ സെറ്റപ്പിൽ ഈ കംപ്ലീറ്റ് ലിക്വിഡിറ്റി ക്ലിയർ ഔട്ട് ചെയ്ത് മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനുമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ആയിരുന്നു അതിൻ്റെ ആക്ച്വൽ ഇതാണ് പുൾ ബാക്ക് എന്ന് പറയുന്നത്, അല്ലേ? ഇവിടെയായിരുന്നു ആക്ച്വൽ. അവിടെ അതിന് താഴെ മാർക്കറ്റ് ഓൾറെഡി ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഈ പർട്ടിക്കുലർ പുൾ ബാക്കിൻ്റെ താഴെ നമ്മൾ എൻട്രി എടുത്ത ലൈൻ ഇതാണ്. പക്ഷേ അതിനുശേഷം മാർക്കറ്റ് കുറേ കൂടെ താഴെ പോയി. അപ്പോൾ ഇവിടെ നമ്മൾ 1 മിനിറ്റിൻ്റെ സ്ട്രക്ചറിൽ നോക്കാം. സോ നമ്മൾ എടുത്തിരിക്കുന്ന ലൈനിൽ എന്ത് സംഭവിച്ചു, എക്സാക്ട്ലി അവിടെ കണ്ടോ, ആ പർട്ടിക്കുലർ ലൈനെ കൃത്യം വന്ന് പ്രൈസ് ടാപ്പ് ചെയ്യുന്നുണ്ടോ. നമ്മൾ എൻട്രി എടുത്തത് ആക്ച്വലി ഇവിടെയാണ്, അതിനുശേഷം പ്രൈസ് ടാപ്പ്. അപ്പോൾ ഞാൻ ഈ ലൈൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ ഓൾറെഡി കണ്ടിരുന്നു. അതിനുശേഷമാണ് ഇത്. അപ്പോൾ എനിക്ക് അറിയാമായിരുന്നു ഇത് ഏകദേശം ഈ ഒരു ഏരിയയിൽ വന്നിട്ട് അത് ഞാൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് തന്നെ പറയുന്നുണ്ട്. പല പ്രാവശ്യം ഇവിടെ കിടന്ന് കുറച്ച് നേരം പ്രൈസ് മാനിപ്പുലേഷൻ കാണിക്കുമായിരിക്കും, അതിനുശേഷം 1 സൈഡ് പോകുമായിരിക്കുമെന്ന് ഞാൻ പറയുന്നുമുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞപ്പോൾ യു ഹാവ് ഐഡൻറ്റിഫൈഡ് എ മൊമെൻറ്റം ഏരിയ. അതാണ് കൂടുതലായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ്. വോളിയം അല്ല, സെക്കൻഡറി ആണ്. വോളിയം പോപ്പ് ഔട്ട് ചെയ്തെന്ന് ഓർത്ത് നമുക്ക് ഒരു വലിയ കാര്യമൊന്നുമില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വോളിയത്തിൻ്റെ എൻട്രിക്കകത്ത് നമുക്ക് പല പ്രാവശ്യം മിസ്റ്റേക്ക് പറ്റാം. പക്ഷേ നമ്മൾ നോക്കുന്നത് സ്കീമാറ്റിക് എക്സ്പ്ലനേഷൻ പ്രകാരം എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി ഈസ് ബീയിങ് റൺ ഔട്ട് ഓർ നോട്ട്. ദിസ് ഈസ് എ റൺ ഔട്ട്, അല്ലേ? അപ്പം ഈ റണ്ണിങ് ഔട്ടിനകത്ത് അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും വോളിയം ഇൻക്രീസ് ചെയ്യപ്പെടുകയും കോൺഫ്ലുവൻസസ് കൂടിക്കൊണ്ടിരിക്കുന്നതാണോ, ഇൻക്രീസ് ചെയ്യപ്പെടുകയും ആൻഡ് യു ആർ ഗോയിങ് ടു പാർട്ടിസിപ്പേറ്റ് ഫ്രം എ മൊമെൻറ്റം ഏരിയ. എന്താണ് 1 അവറിൻ്റെ മിറ്റിഗേഷണൽ മാർക്കറ്റ് സ്ട്രക്ചറിൻ്റെ റിവേഴ്സൽ സൈനാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. അതാണ് നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സോ സ്കീമാറ്റിക് എക്സ്പ്ലനേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് ആക്ച്വലി
ഈ സ്ട്രക്ചറിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് എന്താണ്, അതിൽ നമുക്ക് ഒരു 100% നമ്മൾ ഔട്ട് ഓഫ് 100% നോക്കുവാണെങ്കിൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു ഫോർമേഷൻ എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഫോർമേഷനകത്ത് നമുക്ക് സ്ട്രക്ചർ കംപ്ലീറ്റ്ലി ബിലീവ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു എൻട്രി പോലും എടുക്കാൻ പറ്റത്തില്ല, മുഴുവൻ എൻട്രിയും തെറ്റിപ്പോവും. അപ്പോൾ നമ്മൾ ലീഡിങ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ലീഡിങ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് പ്രൈസ് ആൻഡ് വോളിയം. സോ പ്രൈസ് മാനിപ്പുലേഷൻ ആൻഡ് പ്രൈസ് മൂവ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ദ വോളിയം ആൻഡ് ഇറ്റ് വിൽ ബി സപ്പോർട്ടിങ് ദ സ്ട്രക്ചർ. ഇങ്ങനെയാണ് അതിൻ്റെ ഫോർമേഷൻ വരുന്നത്. അപ്പോൾ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് മാർക്കറ്റ് സൈഡ് വൈസ് ആയോ ഇല്ലയോ എന്നറിയുന്നത് എങ്ങനെയാണ്? പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് അവിടെ തന്നെ കാണിക്കുന്നുണ്ട് അല്ലേ? ബിക്കോസ് ഒരു പ്രൈസ് ഒരു കൺസിസ്റ്റൻറ്റ് റാലി നടത്തുന്നില്ല, ഒരു റേഞ്ചിൽ തന്നെ മാർക്കറ്റ് ഇങ്ങനെ ട്രെൻഡിങ് അല്ലാതെ ഇങ്ങനെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് ക്ലിയർ ഫോർമേഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. സോ മാർക്കറ്റ് സ്ട്രക്ചർ ഫോർമേഷനകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന മെത്തോഡിക്കലി നമ്മൾ അതിനെ നോക്കി കാണുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന സംഭവം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സ്ട്രക്ചർ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് എന്താണെന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് എന്താണെന്ന് അറിയാൻ പറ്റുമ്പോഴത്തേന് നമ്മൾ നോക്കുന്നത് മാസസ് ക്ലിയറിങ് മൂവ്മെൻറ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും എവിടെയാണ് റീറ്റെയിലേഴ്സ് സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുന്ന പോയിന്റ്സ് നമുക്ക് ഏകദേശം അറിയാൻ പറ്റും. മേ ബി ഇവിടെ എല്ലാം സ്റ്റോപ്പ് ലോസ് കാണും, ഇവിടെ എല്ലാം സ്റ്റോപ്പ് ലോസ് കാണും അല്ലേ? അപ്പോൾ ആ സ്റ്റോപ്പ് ലോസ് എല്ലാം ക്ലിയർ ചെയ്തു. സോ വെൻ ദ മാസസ് ഈസ് ക്ലിയറിങ് ഔട്ട് യു വിൽ ബി ഗെറ്റിംഗ് ഇൻ ടു ദ എൻട്രി. ബട്ട് എൻട്രിയിലോട്ട് നോക്കുമ്പം നമ്മൾ നോക്കേണ്ട കാര്യം എന്താണ്? നമ്മൾ നോക്കേണ്ട കാര്യം ഇതൊരു മൊമെൻറ്റം ഏരിയ ആണോ എന്നും കൂടെ നമ്മൾ നോക്കിയിരിക്കണം. അങ്ങനെ മൊമെൻറ്റം ഏരിയ ആണെങ്കിൽ മാത്രമേ ഈ ഐഡൻറ്റിഫൈ ചെയ്ത് നോക്കാവുള്ളൂ. അറ്റ്ലീസ്റ്റ് 1 ഹവറിനകത്ത് നോക്കി കഴിയുമ്പോൾ നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ മൊമെൻറ്റം ഏരിയ അല്ലെങ്കിൽ നമ്മൾ വേറെ ഡിഫറെൻറ്റ് എൻട്രീസ് ഞാൻ കാണിച്ചു തരാം. അല്ലാത്ത പാറ്റേണിക് ട്രേഡിങ്ങിനകത്ത് നമുക്ക് കാണിച്ചു തരാൻ പറ്റും. അപ്പം മറ്റേ നമ്മൾ എൻട്രി ഫോർമേഷൻ്റെ സമയത്ത് ഞാൻ ലോജിക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, സിമ്പിളായിട്ടുള്ള, അധികം കോംപ്ലിക്കേറ്റഡ് ആക്കാതെ കുറേ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ ഇത്രയും കാലവും നമ്മൾ കുറേ അധികം 178ഓളം വീഡിയോസ് ഇവിടെ ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടല്ലോ. ആ ചെയ്തിരിക്കുന്ന വോളിയത്തിനകത്തുള്ള കൺസെപ്റ്റുകളിനകത്ത് എല്ലാം പല സംഭവങ്ങളും നിങ്ങൾ ഈ ചാർട്ടിൽ നോക്കുമ്പോൾ കാണാൻ പറ്റും. സോ അതിനകത്ത് മേജറായിട്ടുള്ള ആയിട്ടുള്ള മേജർ കോൺഫ്ലുവൻസസ് പ്ലേ ചെയ്യുന്ന സംഭവമാണ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാത്ത സംഭവങ്ങൾ ഞാൻ ഈ പറഞ്ഞ ഫിബ് റേഞ്ചോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പോ ഓർഡർ ഫ്ലോ മാനേജ്മെൻറ്റ്സ് ഇവിടുത്തെ ഓർഡർ ബ്ലോക്ക് ഫോർമേഷനോ ഈ സംഭവങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റും അല്ലേ? അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ എൻട്രിയുടെ സമയത്ത് എൻട്രി എടുക്കുന്നത് പോലും. ഇപ്പോൾ ഞാനിവിടെ ഈ ഓർഡർ ബ്ലോക്കിൻ്റെ കൺസെപ്റ്റ് പറഞ്ഞില്ലെങ്കിൽ പോലും ഞാൻ ഈ ക്യാൻഡിൽ സ്റ്റിക്സിനെ നോക്കുമ്പം എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഇവിടെ ഓർഡർ ബ്ലോക്ക് ഫോർമേഷൻ ക്ലിയർലി ഫോംഡ് എന്ന് ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിൽ ഫോം ചെയ്യുമ്പം തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പം എന്നെ ഈ സ്ട്രക്ചറിൻ്റെ സ്റ്റഡിക്കകത്ത് അത് സഹായിക്കുന്നുണ്ട്. ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് അതെന്നെ സഹായിക്കുന്നുണ്ട്. എൻട്രിയുടെ സമയത്തേക്ക് ഞാൻ നോക്കുന്ന സമയത്തോട്ട് എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി നമ്മൾ ഈ റീസെൻ്റ്ലി പഠിച്ച കൺസെപ്റ്റ് അതും എന്നെ സഹായിക്കുന്നുണ്ട്. ബിക്കോസ് ഐ നോ ദ മൂവ്മെൻറ്റ് ഓഫ് ദ മാർക്കറ്റ്, അതല്ലേ നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡയറക്ഷണൽ ബയാസ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇതിനകത്ത് നമ്മൾ ഈ ട്രേഡ് സെറ്റപ്പ് നമ്മൾ ഒരു സൈഡിലേക്ക് നമ്മൾ കണ്ടുപിടിച്ച് പോകാൻ തുടങ്ങുമ്പോഴത്തേനും നമ്മൾ കാണുന്നത്. സോ ബാക്കിയുള്ള കാര്യങ്ങൾ അതിനകത്ത് ഒരു 5 മിനിറ്റ് എക്സ്പ്ലനേഷൻ ഉള്ളൂ. മറ്റേ വീഡിയോക്കകത്ത് സെക്കൻഡ് ട്രേഡ് എടുക്കുമ്പോൾ അതിനകത്ത് ഒരു 5 മിനിറ്റ് മാത്രമേ ഉള്ളൂ. സോ ഐ മേക്കിംഗ് ഇറ്റ് എ വെരി ഷോർട്ട് വീഡിയോ. അധികം ബോറടിപ്പിക്കുന്നില്ല. കീ ടേക്ക് അവേ മാത്രം ഞാൻ പറഞ്ഞ് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് ലോജിക് എക്സ്പ്ലനേഷൻ, പിന്നെ സൗണ്ട് ഇല്ലാതെ തന്നെ അതിൻ്റെ ബാക്കി ടാർഗറ്റ് അടിക്കുന്നതും വരെയുള്ള മാർക്കറ്റിൻ്റെ ലൈവ് മൂവ്മെൻറ്റും കൂടെ ഞാൻ ഇതിനകത്ത് ഇട്ടേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. അതുപോലെ തന്നെ കമൻറ്റ് എഴുതാത്തവർ എല്ലാവരും കമൻറ്റ് എഴുതാണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് ഈ ഒരു കമ്മ്യൂണിറ്റി ബിൽഡപ്പ് ചെയ്തുകൊണ്ട് വരാം. ദിസ് കമ്മ്യൂണിറ്റി, ഈ ചാനൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സോ ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി ടു സപ്പോർട്ട് ദിസ് ചാനൽ അല്ലേ? എന്നെ ആക്റ്റീവായിട്ട് നിർത്തുക എന്നുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ബിക്കോസ് ഇത് മോർ യു റൈറ്റ് ദ കമൻറ്റ്സ്, അപ്പോൾ എനിക്ക് കൂടുതൽ ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ട് ഓരോ സെനാരിയോസ് കാണിച്ചു തരാനുള്ള ഊർജ്ജം എനിക്ക് കിട്ടി തുടങ്ങും. അതാണല്ലോ ഒരു കണ്ടൻറ്റ് ക്രിയേറ്ററെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അല്ലേ? നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളുടെ എനർജി എന്ന് പറയുന്നത്. സോ കീപ് റൈറ്റിംഗ് യുവർ കമൻറ്റ്സ്. ബോറടിപ്പിക്കുന്നില്ല. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ അനദർ വീഡിയോ. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഒരു ലൈവ് എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇതാണ് നമ്മളുടെ എൻട്രി പോയിൻ്റ് എന്ന് പറയുന്നത്. ഈ ഒരു എൻട്രി പോയിൻറ്റിൽ നമ്മൾ എൻട്രി എടുക്കുകയാണ്. ഇവിടെ നമ്മൾ നോക്കുന്നത് ഇവിടം വരെ ഏകദേശം ഇതിനിപ്പോൾ എൻട്രി ഒരു സ്വല്പം കൂടുതലായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ്. പക്ഷേ നമ്മളുടെ എൻട്രി പോയിൻ്റ് എന്ന് പറയുന്നത് ഇവിടം വരെ ആയിരിക്കും നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ബിക്കോസ് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ആ ഫെയർ വാല്യൂ ഗ്യാപ്പ് മിറ്റിഗേറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ വരെ നമ്മൾ നോക്കുകയാണ്. സോ ഇവിടുത്തെ എന്താണ് ബേസ് ലോജിക് എന്ന് പറയുന്നത് എന്താണ്? ലോജിക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പം ബിഫോർ ദാറ്റ് ലെറ്റ് സി വാട്ട് ഈസ് മാർക്കറ്റ് ടുഡേ. ഓക്കെ, ടൈം ഇൻ ചിക്കാഗോ 12:05 PM 30 ജൂലൈ 2024. സോ ഇവിടെ ഏതാണ് 12:05 കറക്റ്റ് അല്ലേ ടൈം? ലൈവ് മാർക്കറ്റ് ആണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എൻട്രി എടുക്കുമ്പോൾ എന്താണ് ഇൻക്രീസ്ഡ് വോളിയം പോപ്പ് ഔട്ട് നടന്നിരിക്കുന്നു. ആ പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ വോളിയം ലോ ഈസ് ബീങ് ടേക്കൺ. കറക്റ്റ് ആണല്ലോ? എൻട്രി കൃത്യം.
ഏത് വോളിയം ബേസിൽ നമ്മൾ നോക്കുമ്പോൾ. നൗ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും വോളിയം കൺസിസ്റ്റൻറ്റ്, ഇത് 1 മിനിറ്റിൻ്റെ സ്ട്രക്ചറാണ്. കൺസിസ്റ്റൻസിയോട് കൂടി നമ്മൾ മാർക്കറ്റിനെ നോക്കി കാണുമ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ഇവിടെ ഇതിപ്പോൾ താഴോട്ട് 1-2 ക്യാൻഡിലും കൂടെ താഴോട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യും, ഇവിടെ ഒരു പ്രൈസ് ആക്ഷൻ വരും, അതിനുശേഷം പ്രൈസ് നേരെ യൂട്ടൺ അടിച്ച് മുകളിലേക്ക് പോകും. അതാണ് നമ്മളുടെ തോട്ട് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ മാർക്കറ്റ് ലൈവാണ് കേട്ടോ, റിയൽ ടൈം. സോ ഇവിടുത്തെ ആ ഒരു പ്രൈസ് ആക്ടിവിറ്റി കാണുമ്പോൾ നമ്മൾ വോളിയത്തിനെ ബേസ് ചെയ്തിട്ട് ക്ലബ് ചെയ്തെടുത്തു, പ്ലസ് നമ്മളുടെ മാർക്കറ്റിൻ്റെ ആത്യന്തികമായ ഘടന സ്ട്രക്ചറൽ വൈസിൽ നമ്മൾ നോക്കുമ്പോൾ ഇതെന്താണ് ഇവിടെ കാണുന്നത്, ഇതൊരു സ്കീമാറ്റിക് മാർക്കറ്റ് എക്സ്പ്ലനേഷനെ പറ്റി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. ആ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന അതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇതെന്താണ്, ആക്ച്വലി ഇറ്റ്സ് എ കൺസോളിഡേഷൻ ഫേസ് അല്ലേ. അത് ബ്രേക്ക് ഔട്ട് നടന്നു താഴേക്ക് വന്നു പ്രൈസ് നേരെ വന്ന് ഇവിടെ വന്ന് എക്സ്ട്രീം ബോട്ടമിൽ വരുന്ന സമയത്താണ് നമ്മൾ എൻട്രി പുഷ് ചെയ്യുന്നതിൻ്റെ കാര്യം. അപ്പം ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ഈ ഒരു സംഭവം ഇവിടെ ബ്രേക്ക് ഔട്ട് നടന്നു അല്ലേ. അതുപോലെ തന്നെ ഇവിടുത്തെ ലിക്വിഡിറ്റി സ്റ്റേക്കൻ, അതുപോലെ തന്നെ ഇവിടെ ലിക്വിഡിറ്റി എടുത്തു. പ്രൈസ് താഴോട്ട് വരുമ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രൈസ് താഴോട്ട് വരുമ്പോൾ ഇൻക്രീസ്ഡ് വോളിയം വരുന്നു. സോ മാസസ് ആർ ഗെറ്റിംഗ് ക്ലിയർഡ് ഔട്ട് ഫ്രം ദ മാർക്കറ്റ് അല്ലേ. കുറേ നമ്മൾ സാധാരണപ്പെട്ട ആൾക്കാർ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഈ ഒരു മൂവ്മെൻറ്റ് കാണുമ്പോൾ അല്ലെങ്കിൽ റെഡ് ക്യാൻഡിൽ 4 കാണുമ്പോഴത്തേനും പേടിച്ചിട്ടോടും. മനസ്സിലായോ? നമുക്ക് അങ്ങനെ പേടിച്ച് ഓടാനുള്ളതല്ല മാർക്കറ്റ്. അങ്ങനെ ഓടിക്കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഓടിക്കൊണ്ടിരിക്കും, ഒരിക്കലും നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ആ പേടി നമുക്ക് വരാൻ പാടില്ല. സോ എ ലോ ഈസ് ക്രിയേറ്റഡ്, എ ഹൈ ഈസ് ക്രിയേറ്റഡ്, ലോ ഈസ് ടേക്കൻ, ഹൈ ഈസ് നോട്ട് ടേക്കൻ, തിരിച്ചു കയറും അത്. അപ്പോൾ ഇവിടെ ഇൻക്രീസ്ഡ് വോളിയം ഇവിടെ കാണുമ്പോഴത്തേനും നമുക്ക് അതിനകത്ത് കൺസിസ്റ്റൻസി ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുന്നത് നമ്മളുടെ കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് പ്രകാരം എന്താണ്, പ്രൈസ് ഇവിടെ ഒന്ന് ഹോൾഡ് ചെയ്തോ, ഇല്ല. ഇവിടെ പ്രൈസ് ആക്ഷൻ കാണിച്ചോ, ഇവിടെ ഈ ഒരു പ്രൈസിൻ്റെ ആക്ടിവിറ്റിക്കകത്ത് നമ്മുടെ പ്രൈസ് മാനിപ്പുലേഷൻ ഇവിടെ കാണിച്ചോ, ഇല്ല. പ്രൈസ് വീണ്ടും കൺസിസ്റ്റൻസിയോടുകൂടി താഴോട്ട് വന്നു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ ഇൻക്രീസ്ഡ് വോളിയം പോപ്പ് ഔട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അന്നേരം നമ്മൾ കുറച്ച് നേരം നോക്കി എന്താണ് ഇവിടുത്തെ മാർക്കറ്റിൻ്റെ ആക്ടിവിറ്റി എന്ന് നമ്മൾ നോക്കി. അപ്പോൾ അവിടെ സൈഡ് വൈസ് ഇങ്ങനെ പ്രൈസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. സോ അപ്പോൾ ആ ഒരു ബോക്സ് കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേനും അതൊരു ബോക്സ് വരച്ച് അതിൻ്റെ വെളിയിൽ മാർക്കറ്റ് ചാടി കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ആക്ടിവിറ്റി ഉള്ളൂ. സോ അത് ബ്രേക്ക് ഔട്ട് ചെയ്തു. സോ നമുക്കറിയത്തില്ല ഈ മൂവ്മെൻറ്റ് ഇങ്ങോട്ട് വരുമല്ലോ, നമുക്കറിയത്തില്ല. സോ നമ്മളവിടെ വെയിറ്റ് ചെയ്തു. സോ ഇനി നമ്മൾ നോക്കുന്നത് ഈ ഒരു പ്രൈസ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും എന്ത് സംഭവിക്കും, ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും പ്രൈസിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇവിടെ വന്ന് താഴെ വന്ന് ഇവിടെ വന്ന് ലോയിസ് മെയ്ഡ്, ഹൈസ് മെയ്ഡ്, ലോയിസ് ടേക്കൻ, ഇങ്ങനെ കുറേ നേരം കഴിച്ചിട്ട് ഒറ്റപ്പോക്ക് ഇങ്ങനെ പോകും. ഇതാണ് പ്രൈസിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. സോ അതുവരെ നമ്മൾ പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പെട്ടെന്ന് ഇവിടെ വന്നിട്ട് വീണ്ടും ഇതുപോലത്തെ വലിയ ബിഗ് ക്യാൻഡിൽസ് ഒന്നും വരത്തൊന്നുമില്ല. അങ്ങനെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് ഓൾറെഡി വന്ന് ആ ഒരു മൂവ്മെൻറ്റ് കാണുമ്പോൾ കുറച്ച് പേര് ഇതുപോലെ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരുണ്ട്. നമ്മളെപ്പോലെ തന്നെ ഫോളിംഗ് നൈഫ് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം അങ്ങനെ ഫോളിംഗ് നൈഫ് ഒരിക്കലും ക്യാച്ച് ചെയ്യരുതെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. ബിക്കോസ് നമ്മളുടെ ആ സെറ്റപ്പിൻ്റെ കൺഫർമേഷൻസ് കിട്ടിക്കഴിയുമ്പോൾ മാത്രമാണ് നമ്മൾ അതിനകത്തോട്ട് നോക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടുന്ന് 10:05 തൊട്ട് 12 2 മണിക്കൂർ ട്രേഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് ഏറ്റവും കൂടുതൽ വോളിയം പോപ്പ് ഔട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു ഏരിയയിലാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് മാർക്കറ്റ് നേരെ തിരിച്ച് കയറാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇവിടെ 1 അവറിൻ്റെ സ്ട്രക്ചർ നമ്മൾ നോക്കുമ്പോൾ എന്ത് സംഭവിച്ചു, ഇവിടെ മാർക്കറ്റ് നിൽക്കുന്ന ഈ റെഡ് ലൈനേൽ ഈ റെഡ് ലൈനേൽ ഇവിടം തൊട്ട് ഇതൊരു കറക്ഷണൽ മൂവ്മെൻ്റ് ആയിരുന്നു അല്ലേ. അപ്പം ഇതാണ് നമ്മളുടെ ഗ്രീൻ ലൈൻ എന്ന് പറയുന്നത്. സോ ഈ കറക്ഷണൽ മൂവ്മെൻറ്റിൻ്റെ ഇവിടെയാണ് നമ്മളെ സംബന്ധിച്ച് ഈ റെഡ് ലൈൻ വരച്ചിരിക്കുന്നതാണ് നമ്മളെ സംബന്ധിച്ച് ഒരു ഏരിയ എന്ന് പറയുന്നത്. സോ ഇനി ഇവിടെ നോക്കാം, 1 മിനിറ്റിൻ്റെ സ്ട്രക്ചറിൽ നോക്കാം. ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രീവിയസ് ഏരിയ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരു ഏരിയയാണ് ഈ ഏരിയ എന്ന് പറയുന്നത്. മാക്സിമം ഇവിടെ വരെ മാർക്കറ്റ് വരും, അത്രേ ഉള്ളൂ. അപ്പം അത്ര നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇനി കുറച്ച് നേരം നമുക്ക് മാർക്കറ്റ് വാച്ച് ചെയ്യാം, അതിനുശേഷം ഡിസൈഡ് ചെയ്യാം എന്ത് ചെയ്യണമെന്നുള്ളത്. ഓക്കെ, അപ്പം ഒന്നെങ്കിൽ നമ്മളിവിടെ ചെറിയൊരു ലാഭം കിട്ടുമ്പോഴത്തേക്കും നമ്മൾ ക്ലോസ് ഔട്ട് ചെയ്യും, അല്ലെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റ്, ഇതിൽ രണ്ടിലൊന്ന് ഉറപ്പാണ്. അപ്പോൾ ഇനി കുറച്ച് നേരം ഞാൻ കണ്ടിന്യൂസ് റെക്കോർഡിങ്ങിലേക്ക് ഇടുവാണ്. അപ്പം മുന്നോട്ട് പോട്ടെ. അതിനുശേഷം വോയിസ് ഇല്ല, കുറച്ച് നേരം, ഇപ്പം 5 മിനിറ്റല്ലേ ഉള്ളൂ. അപ്പം ലൈവ് റൺ ചെയ്തോട്ടെ, അതിനുശേഷം നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ സെക്കൻഡ് ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് മാർക്കറ്റ് സ്ട്രക്ചറിൽ നമുക്ക് നല്ലൊരു എൻട്രി മോഡൽ ഇപ്പോൾ ഓൾറെഡി ഫ്രെയിം ചെയ്യുന്നുണ്ട്. സോ നമ്മൾ മാർക്കറ്റ് സ്കീമാറ്റിക് എക്സ്പ്ലനേഷൻ്റെ പാർട്ടായിട്ട് ചെയ്യുന്ന ഈ കണ്ടിന്യൂസ് ട്രേഡിംഗ്, ലെറ്റ് us see the second trade how it is playing out. Okay, now what is the concept here for taking the entry? ഇവിടെ നോക്കി, ഇതാണ് ഹയസ്റ്റ് വോളിയം ക്യാൻഡിൽ ഇൻഡ്യൂസ് ചെയ്തിരിക്കുന്ന ക്യാൻഡിൽ എന്ന് പറയുന്നത്. സോ നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത് ഇതായിരിക്കണം, നമ്മളുടെ ഹയസ്റ്റ് വോളിയം ഇൻഡ്യൂസ് ചെയ്തിരിക്കുന്ന ക്യാൻഡിൽ. സോ എത്രയുണ്ട് ഇവിടെ, 1.86. അപ്പം ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിൽ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലാണ്. സോ പ്രൈസ് താഴോട്ട് വന്നപ്പോൾ എന്ത് സംഭവിച്ചാൽ ന്യൂ ലോ ഈസ് ക്രിയേറ്റഡ്, ദെൻ എ പുൾ ബാക്ക് ഹാസ് ഹാപ്പൻഡ് അല്ലേ. പുൾ ബാക്ക് ഹാപ്പൻ ചെയ്തോ എന്ന് ചോദിച്ചാൽ ചെയ്തില്ല, ഇറ്റ് ഈസ് ഫോമിങ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഈ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഇതിനെ നമുക്ക് കൺഫേംഡ് പുൾ ബാക്ക് എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുൾ ബാക്ക് ഒന്ന് ഡീവിയേറ്റഡ് പ്രൈസ് മൂവ്മെൻറ്റ് സൈഡ് വൈസ് മൂവ്മെൻറ്റിലേക്ക് മാർക്കറ്റ് കൊണ്ടുപോയി. അപ്പോൾ
ഇനി നമ്മളെ സംബന്ധിച്ച് എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് ഈ പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ മുകളിൽ പ്രൈസ് ട്രേഡ് ചെയ്ത് നിൽക്കുമ്പം പ്രൈസ് ഈസ് ട്രേഡിംഗ് ഇൻ എ വാല്യൂ ഏരിയ ഓർ എ പ്രീമിയം ഏരിയ ഇൻ ടേംസ് ഓഫ് ദ വോളിയം പ്രൈസിങ്. അണ്ടർസ്റ്റാൻഡ്? അപ്പം വോളിയം പ്രൈസിങ്ങിനെ പറ്റി നമ്മൾ അതിനകത്ത് നോക്കുമ്പോൾ നമുക്കാണ് കിട്ടുന്നത്. സോ വെയർ വിൽ യു ബി യുവർ എൻട്രി വിൽ ബി ഹിയർ സംവെയർ അല്ലേ. അപ്പോൾ ഈ എൻട്രി ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ എൻട്രി എന്ന് പറയുന്നത് ഇവിടെ വന്ന് ടാപ്പ് ചെയ്യുമ്പോഴാണ് നമ്മുടെ എൻട്രി എന്ന് പറയുന്നത്. സോ ഇവിടെ ഇത് എക്സാക്ട്ലി ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നമ്മളുടെ എൻട്രി. അതുവരെ നമ്മൾ മാർക്കറ്റിൽ പേഷ്യൻസോടുകൂടി ഇരിക്കുക. സോ എൻട്രി വരുന്നുണ്ട്. സോ ഇങ്ങനത്തെ മൂവ്മെൻറ്റ് മുകളിലേക്ക് നടക്കുമ്പം നമ്മൾ ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് യു ആർ ട്രേഡിങ് ഓൺ എ പ്രോസസ്. മനസ്സിലായോ? ഇവിടെ വരെ എത്തുവരായിരിക്കും. ഇതൊന്ന് സ്വീപ്പ് ചെയ്യാൻ എനിവേ ഇത് കയറി ഒന്ന് ടച്ച് ചെയ്യും. സോ യു ആർ ട്രേഡിങ് ഓൺ എ പ്രോസസ്. അപ്പോൾ ഈ പ്രോസസ്സിന് മേ ബി ഇതിൻ്റെ എൻട്രി നമുക്കൊരു സ്റ്റോപ്പ് ലോസ് ഇതിൽ കൂട്ടി വെച്ചേക്കാം. അപ്പോൾ ദാറ്റ് ഈസ് യുവർ സ്റ്റോപ്പ് ലോസ്. ഫസ്റ്റ് ട്രേഡ് നമ്മുടെ ടാർഗറ്റ് അടിച്ചു. സെക്കൻഡ് ട്രേഡ് വി ആർ ഗെറ്റിംഗ് ഇൻ ടു ദ എൻട്രി. ഇനി ഐ തിങ്ക് വി വിൽ നോട്ട് ഗെറ്റ് ഇറ്റ്. നോക്കാം. ഇനി 1 സെക്കൻഡ്. യെസ് എക്സാക്ട്ലി ഡൺ. അവർ എൻട്രി ഹാസ് ഡൺ. നമ്മളുടെ കറക്റ്റ് ലെവലിൽ എൻട്രി വന്നു. ഇതാണ് നമ്മളുടെ എൻട്രി പോയിന്റ് ക്യാൻഡിൽ എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് അബൌട്ട് ലൈവ് മാർക്കറ്റ് അല്ലേ. സോ നമുക്ക് നോക്കാം ടൈം ഇൻ ചിക്കാഗോ. അടുത്ത ടൈം 1:47 PM 30 ജൂലൈ അല്ലേ. 30 ജൂലൈ 2020. ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് നമ്മൾ ലൈവ് കൊടുക്കുമ്പോൾ കിട്ടുന്ന. സോ വാട്ട് ഇസ് ദ ടൈം? 13:47. 1:47 കറക്റ്റ് ആണല്ലോ. സോ നമ്മളുടെ എൻട്രി സെനാരിയോ ക്വാളിഫൈ ചെയ്തിരിക്കുന്നു ഇൻ ടേംസ് ഓഫ് വോളിയം. റൈറ്റ്? ഇതാണ്ടേ ഇവിടെ സെക്കൻഡ് എൻട്രി. സോ സെക്കൻഡ് എൻട്രിയിൽ ആക്ച്വലി ദിസ് ഈസ് എ ടൈപ്പ് ഓഫ് ലിക്വിഡിറ്റി, എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. ഈ എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി ആക്ച്വലി ഈ പ്രൈസിൻ്റെ ബോട്ടം പ്രൈസ് വന്ന് ടാപ്പ് ചെയ്യണം. സോ നമ്മളുടെ ടാർഗറ്റ് ഏകദേശം അതിനോടൊപ്പിച്ചാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. സോ നമുക്കൊരു കുറച്ചുകൂടെ കയറ്റി വെച്ചേക്കാം. ഇവിടെ വരുന്ന ഫാസ്റ്റായിട്ട് തന്നെ നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാം. ബിക്കോസ് ഇവിടെ ഒരു പുൾ ബാക്ക് കിടപ്പുണ്ട്. ആ പുൾ ബാക്ക് സ്വീപ്പ് ചെയ്യുകയും ചെയ്യും. നമ്മുടെ ടാർഗറ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. സോ ദാറ്റ്സ് എ എൻട്രി. ഇപ്പോൾ കാര്യം പിടി കിട്ടിയല്ലോ. അപ്പോൾ ഇത് സെക്കൻഡ് ട്രേഡ് 54 പോയിൻറ്റ്. ചെറിയ പോയിൻ്റ് വെച്ചിട്ടുള്ള ട്രേഡിംഗ് ആണ് നമ്മുടേത്. അപ്പോൾ ഇത് നമുക്ക് അധികം ലൈൻസ് ഒന്നും വേണ്ട, നമുക്ക് കളഞ്ഞേക്കാം. സോ ഇതാണ് നമ്മളുടെ സെക്കൻഡ് എൻട്രി എന്ന് പറയുന്നത്. സോ എഞ്ചിനീയർഡ് ലിക്വിഡിറ്റിയുടെ കൺസെപ്റ്റ് പ്രകാരം ഇവിടെ ഒരു ലിക്വിഡിറ്റി വന്നു. സോ ആക്ച്വലി മാർക്കറ്റ് മുകളിലേക്ക് പോകണമെങ്കിൽ വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് മാർക്കറ്റ്? ബിക്കോസ് ഇതെന്ന് പറയുന്നത് ഇൻ്റർമീഡിയറ്റ് ട്രെൻഡ് എന്താണ്? ആക്ച്വലി ഇത് ബുള്ളിഷാണ്. ബുള്ളിഷ് സെഗ്മെൻറ്റിൽ കയറി നമ്മൾ ബെയറിഷ് ഓർഡർ ഫ്ലോയിലേക്ക് നമ്മൾ നോക്കുകയാണ്. അപ്പോൾ ബെയറിഷ് ഓർഡർ ഫ്ലോയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ എന്താണ്? മാർക്കറ്റ് ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, അഗെയിൻ ഹൈ ക്രിയേറ്റ്, പുൾ ബാക്ക് ഓക്കെ, എഗെയിൻ ഇറ്റ് ഈസ് ഗോയിങ് അപ്പ് അല്ലേ, വിത്തൗട്ട് കറക്ഷണൽ മൂവ്. സോ ഇൻ്റർമീഡിയറ്റ് ട്രെൻഡ് ഈസ് ഓൾറെഡി സിഗ്നൽഡ് ബുള്ളിഷ് അല്ലേ. ബുള്ളിഷിൽ നമ്മൾ ബുള്ളിഷ് സിഗ്നൽ ചെയ്തെന്ന് നമുക്ക് റീറ്റെയിലേഴ്സിന് മനസ്സിലായി തുടങ്ങുമ്പോഴത്തേനും ബിഗ് പ്ലെയേഴ്സ് വിൽ ബി twisting the market in such a way that they will make you feel it's a bearish market. ഓക്കെ, അപ്പോൾ ആ ബെയറിഷ് മാർക്കറ്റിൻ്റെ മൊമെൻറ്റത്തിലേക്ക് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതാണ്. സോ അപ്പോൾ എന്ത് ചെയ്യും? മാർക്കറ്റ് താഴേക്ക് വരും, ഇറ്റ് വിൽ കം ബാക്ക് ആൻഡ് മിറ്റിഗേറ്റ് ദിസ് പുൾ ബാക്ക് മേ ബി ഈ കൺസോളിഡേഷൻ റേഞ്ച് വരെ വന്നിട്ട് അവിടെ വന്ന് തീർത്തിട്ട് പോകും. ഇതാണ് സംഭവം. ഇങ്ങനെയാണ് മാർക്കറ്റിൻ്റെ ആത്യന്തികമായിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ അതിനായിട്ട് നമ്മൾ ഇറ്റ്സ് ഓൺ എ ഷോർട്ട് പൊസിഷനിൽ നമ്മൾ നിൽക്കുകയാണ്. സോ ഇതൊരു താഴേക്ക് ഇനി വരുന്ന ലോജിക് എക്സ്പ്ലനേഷനാണ് ഇനി വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പം എന്താണ് മാർക്കറ്റ് ഈ ഒരു സൈഡിൽ നമ്മൾ നോക്കുമ്പം എന്താണ് സംഭവം? പ്രൈസ് ഈസ് കമ്മിങ് ഡൗൺ അല്ലേ. ഇത് ആക്ച്വലി ഈ ഒരു മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു മുകളിലേക്ക് വന്ന മാർക്കറ്റ്, താഴേക്ക് വന്ന മാർക്കറ്റ് മുകളിലേക്ക് കയറി ഒരു മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു പർട്ടിക്കുലർ മൂവ്മെൻറ്റ് ഈസ് അവർ പ്രീവിയസ് ഏരിയ അല്ലേ. സോ നമ്മളെ സംബന്ധിച്ച് ഇതായിരുന്നു നമ്മളുടെ പ്രീവിയസ് ഏരിയ. സോ പ്രീവിയസ് ഏരിയയുടെ വാല്യൂ ഏരിയയിൽ നമ്മൾ അതിന് മുന്നേ തന്നെ നമ്മളിവിടെ എൻട്രി എടുത്തു, ലെറ്റ് ഇറ്റ് ബി. അപ്പോൾ ആക്ച്വലി ആ ഏരിയയുടെ മുകളിൽ വരുമ്പം വേണം നമ്മൾ സോങ് പ്ലേ ഔട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ബിഫോർ ദാറ്റ് യു ആർ മാർക്കറ്റ് സിഗ്നലിങ് യു വിത്ത് എ മൈനർ വോളിയം കൺഫർമേഷൻ. അപ്പോൾ നമ്മളൊരു ട്രേഡ് എടുക്കാൻ പറ്റുമോ ഇല്ലയോ നമ്മൾ നോക്കുന്നു എന്നേ ഉള്ളൂ. മേ ബി ഇറ്റ് വിൽ ബി എ ഫെയിലിയർ, മേ ബി ഇറ്റ് വിൽ ബി എ സക്സസ്. ലെറ്റ് us see the outcome. അപ്പം കുറച്ച് നേരം ഞാനിത് ലൈവ് റെക്കോർഡിങ്ങിൽ ഇട്ടാക്കാം. ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ഇനി മുന്നോട്ടുള്ള റെക്കോർഡിങ് നമ്മളുടെ എൻട്രിയുടെ ടൈം സ്റ്റാമ്പാണ്. മാർക്കറ്റ് ആദ്യത്തേത് ഫസ്റ്റ് ട്രേഡ് നമ്മൾ എടുക്കുന്നു, അതിനുശേഷം മാർക്കറ്റ് എങ്ങോട്ടാണ് പോകുന്നത്, പിന്നെ പതുക്കെ മുകളിലേക്ക് പോകുന്നു, അതിനുശേഷം സെക്കൻഡ് ട്രേഡ് എടുക്കുന്നു, അതിനുശേഷം ആ സെക്കൻഡ് ട്രേഡിൻ്റെ കണ്ടിന്യൂവേഷൻ കംപ്ലീറ്റ് റെക്കോർഡിംഗ് ആണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ തൊട്ട് മുന്നോട്ട് പോകുമ്പോൾ സൗണ്ട് ഒട്ടും ഇല്ല, സൗണ്ട് ഞാൻ മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്.
അപ്പോൾ ജസ്റ്റ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് കളയാം. ജസ്റ്റ് ഓൾറെഡി ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ട്രേഡിൻ്റെ ടൈം സ്റ്റാമ്പ് നമ്മൾ ഓൾറെഡി ട്രേഡ് എങ്ങനെയാണ് വന്നിരിക്കുന്നത്, എത്ര നേരം വെയിറ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ ടാർഗറ്റ് അടിക്കുന്നത്, ഏകദേശം ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് നേരം ഉണ്ട് ആ കംപ്ലീറ്റ് റെക്കോർഡിങ്. അപ്പോൾ ഞാനത് ഫാസ്റ്റ് ഫോർവേഡ് ഇട്ട് മുന്നോട്ട് വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ തൊട്ട് സൗണ്ടില്ല, സ്കിപ്പ് ചെയ്യാം, വേറെ ഞാനൊന്നും സംസാരിക്കുന്നുമില്ല, ഇവിടെ വെച്ച് വീഡിയോ എൻഡ് ചെയ്യുകയാണ്. അപ്പം നമ്മളുടെ വീഡിയോയ്ക്ക് എല്ലാ ദിവസവും പറയുന്ന പോലെ തന്നെ കമൻറ്റ്സ് എഴുതുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ്സാണ് എൻ്റെ ഊർജ്ജം. അതുപോലെ തന്നെ നമുക്കൊരു പ്രൊഫഷണൽ ട്രേഡർ ആകാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ഇൻപുട്സുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അതെല്ലാം നോട്ടീസ് ചെയ്യുക. മാർക്കറ്റിൻ്റെ ആക്ടിവിറ്റി, നമ്മൾ മാർക്കറ്റിനോടൊപ്പം പോകുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോഴത്തേനും യു വിൽ ബി എ പ്രൊഫഷണൽ ട്രേഡർ. അപ്പോൾ എല്ലാവർക്കും നന്മകൾ വരട്ടെ. ആൻഡ് സീ യു ഇൻ അനദർ വീഡിയോ.
ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ഇനി മുന്നോട്ടുള്ള റെക്കോർഡിങ് നമ്മളുടെ എൻട്രിയുടെ ടൈം സ്റ്റാമ്പാണ്. മാർക്കറ്റ് ആദ്യത്തേത് ഫസ്റ്റ് ട്രേഡ് നമ്മൾ എടുക്കുന്നു, അതിനുശേഷം മാർക്കറ്റ് എങ്ങോട്ടാണ് പോകുന്നത്, പിന്നെ പതുക്കെ മുകളിലേക്ക് പോകുന്നു. അതിനുശേഷം സെക്കൻഡ് ട്രേഡ് എടുക്കുന്നു, അതിനുശേഷം ആ സെക്കൻഡ് ട്രേഡിൻ്റെ കണ്ടിന്യൂവേഷൻ കംപ്ലീറ്റ് റെക്കോർഡിംഗ് ആണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ തൊട്ട് മുന്നോട്ട് പോകുമ്പോൾ സൗണ്ട് ഒട്ടും ഇല്ല. സൗണ്ട് ഞാൻ മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഇവിടെ നിന്നിട്ട് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് കളയാം. ജസ്റ്റ് ഓൾറെഡി ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ട്രേഡിൻ്റെ ടൈം സ്റ്റാമ്പ്, നമ്മൾ ഓൾറെഡി ട്രേഡ് എങ്ങനെയാണ് വന്നിരിക്കുന്നത്, എത്ര നേരം വെയിറ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ ടാർഗറ്റ് അടിക്കുന്നത്, ഏകദേശം ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് നേരം ഉണ്ട് ആ കംപ്ലീറ്റ് റെക്കോർഡിങ്. അപ്പോൾ ഞാനത് ഫാസ്റ്റ് ഫോർവേഡ് ഇട്ട് മുന്നോട്ട് വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ തൊട്ട് സൗണ്ടില്ല, സ്കിപ്പ് ചെയ്യാം, വേറെ ഞാനൊന്നും സംസാരിക്കുന്നുമില്ല. ഇവിടെ വെച്ച് വീഡിയോ എൻഡ് ചെയ്യുകയാണ്. അപ്പം നമ്മളുടെ വീഡിയോയ്ക്ക് എല്ലാ ദിവസവും പറയുന്ന പോലെ തന്നെ കമൻറ്റ്സ് എഴുതുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ്സാണ് എൻ്റെ ഊർജ്ജം. അതുപോലെ തന്നെ നമുക്കൊരു പ്രൊഫഷണൽ ട്രേഡർ ആകാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ഇൻപുട്സുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അതെല്ലാം നോട്ടീസ് ചെയ്യുക. മാർക്കറ്റിൻ്റെ ആക്ടിവിറ്റി, നമ്മൾ മാർക്കറ്റിനോടൊപ്പം പോകുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോഴത്തേനും യു വിൽ ബി എ പ്രൊഫഷണൽ ട്രേഡർ. അപ്പോൾ എല്ലാവർക്കും നന്മകൾ വരട്ടെ. ആൻഡ് സീ യു ഇൻ അനദർ വീഡിയോ. ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ഇനി മുന്നോട്ടുള്ള റെക്കോർഡിങ് നമ്മളുടെ എൻട്രിയുടെ ടൈം സ്റ്റാമ്പാണ്. മാർക്കറ്റ് ആദ്യത്തേത് ഫസ്റ്റ് ട്രേഡ് നമ്മൾ എടുക്കുന്നു, അതിനുശേഷം മാർക്കറ്റ് എങ്ങോട്ടാണ് പോകുന്നത്, പിന്നെ പതുക്കെ മുകളിലേക്ക് പോകുന്നു. അതിനുശേഷം സെക്കൻഡ് ട്രേഡ് എടുക്കുന്നു, അതിനുശേഷം ആ സെക്കൻഡ് ട്രേഡിൻ്റെ കണ്ടിന്യൂവേഷൻ കംപ്ലീറ്റ് റെക്കോർഡിംഗ് ആണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ തൊട്ട് മുന്നോട്ട് പോകുമ്പോൾ സൗണ്ട് ഒട്ടും ഇല്ല. സൗണ്ട് ഞാൻ മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഇവിടെ നിന്നിട്ട് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് കളയാം. ജസ്റ്റ് ഓൾറെഡി ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ട്രേഡിൻ്റെ ടൈം സ്റ്റാമ്പ്, നമ്മൾ ഓൾറെഡി ട്രേഡ് എങ്ങനെയാണ് വന്നിരിക്കുന്നത്, എത്ര നേരം വെയിറ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ ടാർഗറ്റ് അടിക്കുന്നത്, ഏകദേശം ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് നേരം ഉണ്ട് ആ കംപ്ലീറ്റ് റെക്കോർഡിങ്. അപ്പോൾ ഞാനത് ഫാസ്റ്റ് ഫോർവേഡ് ഇട്ട് മുന്നോട്ട് വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ തൊട്ട് സൗണ്ടില്ല, സ്കിപ്പ് ചെയ്യാം, വേറെ ഞാനൊന്നും സംസാരിക്കുന്നുമില്ല. ഇവിടെ വെച്ച് വീഡിയോ എൻഡ് ചെയ്യുകയാണ്. അപ്പം നമ്മളുടെ വീഡിയോയ്ക്ക് എല്ലാ ദിവസവും പറയുന്ന പോലെ തന്നെ കമൻറ്റ്സ് എഴുതുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ്സാണ് എൻ്റെ ഊർജ്ജം. അതുപോലെ തന്നെ നമുക്കൊരു പ്രൊഫഷണൽ ട്രേഡർ ആകാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ഇൻപുട്സുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അതെല്ലാം നോട്ടീസ് ചെയ്യുക. മാർക്കറ്റിൻ്റെ ആക്ടിവിറ്റി, നമ്മൾ മാർക്കറ്റിനോടൊപ്പം പോകുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോഴത്തേനും യു വിൽ ബി എ പ്രൊഫഷണൽ ട്രേഡർ. അപ്പോൾ എല്ലാവർക്കും നന്മകൾ വരട്ടെ. ആൻഡ് സീ യു ഇൻ അനദർ വീഡിയോ. ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ഇനി മുന്നോട്ടുള്ള റെക്കോർഡിങ് നമ്മളുടെ എൻട്രിയുടെ ടൈം സ്റ്റാമ്പാണ്. മാർക്കറ്റ് ആദ്യത്തേത് ഫസ്റ്റ് ട്രേഡ് നമ്മൾ എടുക്കുന്നു, അതിനുശേഷം മാർക്കറ്റ് എങ്ങോട്ടാണ് പോകുന്നത്, പിന്നെ പതുക്കെ മുകളിലേക്ക് പോകുന്നു. അതിനുശേഷം സെക്കൻഡ് ട്രേഡ് എടുക്കുന്നു, അതിനുശേഷം ആ സെക്കൻഡ് ട്രേഡിൻ്റെ കണ്ടിന്യൂവേഷൻ കംപ്ലീറ്റ് റെക്കോർഡിംഗ് ആണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ തൊട്ട് മുന്നോട്ട് പോകുമ്പോൾ സൗണ്ട് ഒട്ടും ഇല്ല. സൗണ്ട് ഞാൻ മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഇവിടെ നിന്നിട്ട് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് കളയാം. ജസ്റ്റ് ഓൾറെഡി ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ട്രേഡിൻ്റെ ടൈം സ്റ്റാമ്പ്, നമ്മൾ ഓൾറെഡി ട്രേഡ് എങ്ങനെയാണ് വന്നിരിക്കുന്നത്, എത്ര നേരം വെയിറ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ ടാർഗറ്റ് അടിക്കുന്നത്, ഏകദേശം ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് നേരം ഉണ്ട് ആ കംപ്ലീറ്റ് റെക്കോർഡിങ്. അപ്പോൾ ഞാനത് ഫാസ്റ്റ് ഫോർവേഡ് ഇട്ട് മുന്നോട്ട് വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ തൊട്ട് സൗണ്ടില്ല, സ്കിപ്പ് ചെയ്യാം, വേറെ ഞാനൊന്നും സംസാരിക്കുന്നുമില്ല. ഇവിടെ വെച്ച് വീഡിയോ എൻഡ് ചെയ്യുകയാണ്. അപ്പം നമ്മളുടെ വീഡിയോയ്ക്ക് എല്ലാ ദിവസവും പറയുന്ന പോലെ തന്നെ കമൻറ്റ്സ് എഴുതുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ്സാണ് എൻ്റെ ഊർജ്ജം. അതുപോലെ തന്നെ നമുക്കൊരു പ്രൊഫഷണൽ ട്രേഡർ ആകാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ഇൻപുട്സുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അതെല്ലാം നോട്ടീസ് ചെയ്യുക. മാർക്കറ്റിൻ്റെ ആക്ടിവിറ്റി, നമ്മൾ മാർക്കറ്റിനോടൊപ്പം പോകുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോഴത്തേനും യു വിൽ ബി എ പ്രൊഫഷണൽ ട്രേഡർ. അപ്പോൾ എല്ലാവർക്കും നന്മകൾ വരട്ടെ. ആൻഡ് സീ യു ഇൻ അനദർ വീഡിയോ. ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ഇനി മുന്നോട്ടുള്ള റെക്കോർഡിങ് നമ്മളുടെ എൻട്രിയുടെ ടൈം സ്റ്റാമ്പാണ്. മാർക്കറ്റ് ആദ്യത്തേത് ഫസ്റ്റ് ട്രേഡ് നമ്മൾ എടുക്കുന്നു, അതിനുശേഷം മാർക്കറ്റ് എങ്ങോട്ടാണ് പോകുന്നത്, പിന്നെ പതുക്കെ മുകളിലേക്ക് പോകുന്നു. അതിനുശേഷം സെക്കൻഡ് ട്രേഡ് എടുക്കുന്നു, അതിനുശേഷം ആ സെക്കൻഡ് ട്രേഡിൻ്റെ കണ്ടിന്യൂവേഷൻ കംപ്ലീറ്റ് റെക്കോർഡിംഗ് ആണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ തൊട്ട് മുന്നോട്ട് പോകുമ്പോൾ സൗണ്ട് ഒട്ടും ഇല്ല. സൗണ്ട് ഞാൻ മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഇവിടെ നിന്നിട്ട് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് കളയാം. ജസ്റ്റ് ഓൾറെഡി ടാർഗറ്റ്
കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ട്രേഡിൻ്റെ ടൈം സ്റ്റാമ്പ് നമ്മൾ ഓൾറെഡി ട്രേഡ് എങ്ങനെയാണ് വന്നിരിക്കുന്നത്, എത്ര നേരം വെയിറ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ ടാർഗറ്റ് അടിക്കുന്നത്, ഏകദേശം ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് നേരം ഉണ്ട് ആ കംപ്ലീറ്റ് റെക്കോർഡിങ്. അപ്പോൾ ഞാനത് ഫാസ്റ്റ് ഫോർവേഡ് ഇട്ട് മുന്നോട്ട് വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ തൊട്ട് സൗണ്ടില്ല, സ്കിപ്പ് ചെയ്യാം, വേറെ ഞാനൊന്നും സംസാരിക്കുന്നുമില്ല. ഇവിടെ വെച്ച് വീഡിയോ എൻഡ് ചെയ്യുകയാണ്. അപ്പം നമ്മളുടെ വീഡിയോയ്ക്ക് എല്ലാ ദിവസവും പറയുന്ന പോലെ തന്നെ കമൻറ്റ്സ് എഴുതുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ്സാണ് എൻ്റെ ഊർജ്ജം. അതുപോലെ തന്നെ നമുക്കൊരു പ്രൊഫഷണൽ ട്രേഡർ ആകാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ഇൻപുട്സുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അതെല്ലാം നോട്ടീസ് ചെയ്യുക. മാർക്കറ്റിൻ്റെ ആക്ടിവിറ്റി, നമ്മൾ മാർക്കറ്റിനോടൊപ്പം പോകുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോഴത്തേനും യു വിൽ ബി എ പ്രൊഫഷണൽ ട്രേഡർ. അപ്പോൾ എല്ലാവർക്കും നന്മകൾ വരട്ടെ. ആൻഡ് സീ യു ഇൻ അനദർ വീഡിയോ.